UDF സർക്കാരിന്റെ ആദ്യ ബഡ്ജറ്റിന്മേലുള്ള ചർച്ചകൾക്ക് ഇന്ന് നിയമസഭയിൽ തുടക്കമാവുകയാണ്. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് പ്രഖ്യാപിച്ചതിലും കരിമണൽ ഖനനത്തിന് സ്വകാര്യ പങ്കാളിത്തം ഉറപ്പാക്കുന്നതിലും പ്രതിഷേധം ശക്തമാക്കാനുള്ള തീരുമാനത്തിലാണ് പ്രതിപക്ഷം. തീരുമാനത്തിനെതിരെ കോൺഗ്രസിലും അതൃപ്തിയും പ്രതിഷേധവുമുണ്ട്. എക്സൈസ് വകുപ്പും മന്ത്രിസഭയും അറിയാതെയാണ് ബജറ്റിൽ പ്രഖ്യാപനം നടത്തിയത് എന്നാണ് പ്രധാന വിമർശനം. വിവാദങ്ങൾക്കിടെ എക്സൈസ് മന്ത്രി ഇന്ന് മുഖ്യമന്ത്രിയെ കണ്ടേക്കും എന്ന് കേൾക്കുന്നു. കൂടുതൽ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി എബി ജോൺ തോമസ് ചേരുകയാണ്. എബി, ബഡ്ജറ്റ് പ്രഖ്യാപനങ്ങളൊക്കെ നമ്മൾ കേട്ടു. വലിയ പ്രഖ്യാപനങ്ങളൊന്നുമല്ലെങ്കിലും വിസ്മയങ്ങളില്ലാതെ പല സ്വപ്നങ്ങളുമൊക്കെ ആ ബഡ്ജറ്റിൽ കേട്ടു. ഇതൊക്കെ ഇനി വരുന്ന ദിവസങ്ങളിൽ ഈ ബഡ്ജറ്റ് ചർച്ചയിൽ സഭയിൽ വലിയ വാദപ്രതിവാദങ്ങൾക്ക് ഇടയാക്കാൻ സാധ്യതയുണ്ട്. അതിൽ വീര്യം കുറഞ്ഞ മദ്യത്തിൻ്റെ നികുതി ഇളവടക്കമുള്ള കാര്യങ്ങളായിരിക്കുമെന്ന് തോന്നുന്നു ഇന്നത്തെ അജണ്ട പ്രതിപക്ഷത്തിൻ്റെ, അല്ലേ? മായ, ഗുഡ് മോർണിംഗ്. എന്തായാലും ഈ ബജറ്റിൻ്റെ ചർച്ചകളിലേക്ക് ഇന്ന് നിയമസഭ കടക്കുമ്പോൾ അത് VD സതീശനും അദ്ദേഹത്തിൻ്റെ സർക്കാരിനും അത്രമാത്രം സുഖകരമായിട്ടുള്ള ഒരു ദിവസങ്ങളല്ല ഇനി വരാനിരിക്കുന്നത് എന്നുള്ളത് അക്ഷരാർത്ഥത്തിൽ നമുക്ക് ആ നിലയ്ക്ക് തന്നെ പറയാൻ കഴിയും. കാരണം വലിയ രീതിയിലുള്ള വിമർശനം സർക്കാരിൻ്റെ ബജറ്റ് പ്രഖ്യാപനത്തിന് പല തീരുമാനങ്ങൾക്കെതിരെയും ഉയർന്നു വന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് വരുത്തിക്കൊണ്ടുള്ള ഒരു തീരുമാനം, നയപ്രഖ്യാപനം തന്നെയാണ് അതിലുണ്ടായിരിക്കുന്നത്. അതിനെതിരെ ശക്തമായ രീതിയിലുള്ള പ്രതിഷേധം ഉയർത്തുക എന്നതാണ് പ്രതിപക്ഷത്തിൻ്റെ ഒരു തീരുമാനമായി വന്നിരിക്കുന്നത്. ഒപ്പം തന്നെ കോൺഗ്രസിനകത്ത് നിന്നും അതിൽ ആ ഒരു തീരുമാനത്തിനെതിരെ, നയമാറ്റത്തിനെതിരെയൊക്കെ തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. എന്തായാലും കഴിഞ്ഞ സർക്കാർ അത്തരത്തിലൊരു പ്രഖ്യാപനം നടത്തിയിരുന്നെങ്കിലും ആ പ്രഖ്യാപനത്തിലേക്ക് അല്ലെങ്കിൽ അത് നടപ്പിലാക്കുന്നതിലേക്ക് പോയിരുന്നില്ല എന്നുള്ളതാണ്. കാരണം വീര്യം കുറഞ്ഞ മദ്യം വിപണിയിൽ എത്തിക്കുക എന്നുള്ളൊരു തീരുമാനം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. പക്ഷേ ഈ നികുതി ഇളവ് വരുത്തണം അല്ലെങ്കിൽ നികുതിയിൽ കുറവ് വരുത്തണം എന്നുള്ള ഒരാവശ്യം മദ്യ കമ്പനികൾ മുന്നോട്ട് വെച്ചെങ്കിലും അതിനോട് സമ്മതിക്കാൻ സർക്കാർ തയ്യാറായിരുന്നില്ല. അങ്ങനെ ആ തീരുമാനം നടപ്പിലാക്കാതെ പോവുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ വന്ന് സർക്കാർ, ഇപ്പോൾ VD സതീശൻ സർക്കാർ അധികാരത്തിലേക്ക് വരുമ്പോൾ ആ ഒരു തീരുമാനത്തിൽ നിന്നും അതിൽ വ്യത്യാസമെന്ന് പറഞ്ഞാൽ ബജറ്റിൽ തന്നെ ആ ഒരു പ്രഖ്യാപനം നടത്തുകയാണ്. ബജറ്റ് പാസ്സായി കഴിഞ്ഞാൽ സ്വാഭാവികമായും ആ നടപടിയിലേക്ക് തന്നെ കടക്കേണ്ടതായിട്ടും വരും. അങ്ങനെ ഈ വീര്യം കുറഞ്ഞ മദ്യം വിപണിയിലേക്ക് ഇറക്കുന്നതിന് മദ്യ കമ്പനികൾക്ക് നികുതി കുറഞ്ഞ അല്ലെങ്കിൽ കുറഞ്ഞ നികുതിയിൽ ആ നടപടികളിലേക്ക് കടക്കാൻ അവർക്ക് സാധിക്കുകയും ചെയ്യും. സ്വാഭാവികമായും മദ്യ കമ്പനികളെ സഹായിക്കുന്ന ഒരു തീരുമാനം തന്നെയാണ് ഇത് എന്ന് അക്ഷരാർത്ഥത്തിൽ നമുക്ക് മനസ്സിലാക്കുകയും ചെയ്യും. അതുതന്നെയാണ് പ്രതിപക്ഷം പ്രധാനമായി ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആരോപണം എന്ന് പറയുന്നതും പ്രതിഷേധത്തിന് അവർ കോപ്പ് കൂട്ടുന്നതും ആ നിലയ്ക്ക് തന്നെയാണ്. എന്തായാലും ഈ ഒരു തീരുമാനത്തിനെതിരെ കോൺഗ്രസിനുള്ളിലും UDFിനുള്ളിലും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളൊക്കെ തന്നെ ഉയരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം VM സുധീരൻ തന്നെ മുഖ്യമന്ത്രിക്ക് ഇതുമായി ബന്ധപ്പെട്ട കത്തയച്ചിരുന്നു. ഒപ്പം തന്നെ കരിമണൽ ഖനനത്തിന് സ്വകാര്യ ലോബിയെ അതിനുള്ള അനുമതി നൽകുന്നതിനും എതിരെയും ശക്തമായ രീതിയിലുള്ള പ്രതിഷേധം അദ്ദേഹം അറിയിക്കുകയും ചെയ്തു. ഒപ്പം തന്നെ ഈ മദ്യനയവുമായി ബന്ധപ്പെട്ട UDFിന്റെയോ കോൺഗ്രസിന്റെയോ മദ്യനയത്തിനും വിരുദ്ധമായിട്ടുള്ളൊരു തീരുമാനമാണ് സതീശൻ അന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത്, ബജറ്റിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യമാണ്. അത് ഒരു തരത്തിലും അത് നടപ്പിലാക്കാൻ കഴിയില്ല എന്നുള്ള കാര്യം അസന്നിഗ്ധമായി V സുധീരൻ അദ്ദേഹത്തിന്റെ കത്തിൽ സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ ഇത്തരത്തിലുള്ള നയപ്രഖ്യാപനങ്ങളൊക്കെ തന്നെ ഉണ്ടാകുമ്പോൾ അത് സ്വാഭാവികമായി വകുപ്പിനെ അറിയിക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. കൂടിയാലോചനകൾ ഇല്ലാതെയാണ് മുഖ്യമന്ത്രി അത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ നടത്തിയത് എന്നുള്ളത് ശരിവെക്കുന്ന തരത്തിലേക്കുള്ള പ്രതികരണങ്ങൾ മന്ത്രിമാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. എക്സൈസ് മന്ത്രി ആ ഒരു പ്രഖ്യാപനത്തിനെതിരെ ശക്തമായിട്ടുള്ള വിയോജിപ്പ് രേഖപ്പെടുത്തിയിരുന്നു. അദ്ദേഹം ചൂണ്ടിക്കാണിച്ച കാര്യം, ഇതൊരു നയമാണെങ്കിൽ നയം വലിയ രീതിയിൽ സർക്കാരിന്റെ തരത്തിലുള്ള ചർച്ചകൾ നടത്തിയതിന് ശേഷമായിരിക്കും, അല്ലെങ്കിൽ ക്യാബിനറ്റ് കൂടി തീരുമാനിക്കുകയാണ്, അല്ലെങ്കിൽ മുന്നണിയിൽ ചർച്ച തീരുമാനിക്കേണ്ടതാണ്. ആ നിലയ്ക്ക് ഒരു തരത്തിലുള്ള ചർച്ചകൾ ഉണ്ടായിരുന്നില്ല. ഒപ്പം തന്നെ ഇത് വകുപ്പ് പ്രഖ്യാപിക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. വകുപ്പിനോട് കൂടി ആലോചിക്കാതെയാണ് ആ നിലയ്ക്കുള്ള തീരുമാനം ഉണ്ടായതെന്ന് ആ എക്സൈസ് മന്ത്രിയുടെ തന്നെ പ്രതികരണത്തിൽ നിന്ന് വ്യക്തമാകുന്ന കാര്യങ്ങൾ കൂടിയാണ്. എക്സൈസ് വകുപ്പ് അങ്ങനെ ഒരു തീരുമാനമോ നയമോ സ്വീകരിച്ചിട്ടില്ല എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. ഇന്നലെ ആഭ്യന്തരമന്ത്രിയും ഇത്തരത്തിൽ കൂടിയാലോചനകൾ ഇല്ലാതെയാണ് തീരുമാനം എടുത്തത് എന്ന് അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ വ്യാഖ്യാനിച്ചെടുക്കാൻ കഴിയും. കാരണം വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് വരുത്തിക്കൊണ്ട് അത് വിപണിയിലേക്ക് എത്തിക്കുക എന്നൊരു തീരുമാനം കഴിഞ്ഞ സർക്കാർ തന്നെയാണല്ലോ തുടങ്ങിയത് എന്ന നിലയ്ക്ക് അദ്ദേഹം പ്രതികരിച്ചു തുടങ്ങിയെങ്കിലും ഇപ്പോൾ അതിൽ അഴിമതി ഇല്ല എന്നുള്ള ബോധ്യപ്പെട്ടുകൊണ്ടായിരിക്കും ഒരുപക്ഷെ അങ്ങനെ ഒരു തീരുമാനത്തിലേക്കൊക്കെ വന്നത് എന്നുള്ള ഒരു ചിരിച്ചുകൊണ്ടൊരു മറുപടി അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാവുകയും ചെയ്തത്. സ്വാഭാവികമായും ഇത്തരത്തിലുള്ള കൂടിയാലോചനകൾ ഈ മുന്നണിയിലോ സർക്കാർ സംവിധാനത്തിലോ അടിവരയിട്ട് പറയുന്നത് തന്നെയാണ്. എബി, എക്സൈസ് മന്ത്രി ഈ വിഷയത്തിൽ തൻ്റെ അതൃപ്തി മാധ്യമങ്ങളെയൊക്കെ നമ്മളെ അറിയിച്ചതാണ്. പരോക്ഷമായെങ്കിലും
കൃത്യമായി പറഞ്ഞില്ലെങ്കിൽ പോലും അതൃപ്തിയുണ്ട് എക്സൈസ് മന്ത്രിക്ക്, അത് ഉറപ്പാണ്. എക്സൈസ് മന്ത്രി ഇനിയിപ്പോൾ മുഖ്യമന്ത്രിയുമായി ഒരു കൂടിക്കാഴ്ച അതുണ്ടാവില്ല ഈ വിഷയവുമായി ബന്ധപ്പെട്ട്? ഇന്നിപ്പോൾ ബഡ്ജറ്റ് ചർച്ചയാണ്, അതിന് മുന്നോടിയായി തന്നെ അത് പ്രതീക്ഷിക്കുകയാണ്. എന്തായാലും അതുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള സമയമൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല, അല്ലെങ്കിൽ സമയമൊന്നും അറിയിച്ചിട്ടില്ല. ഈ ഒരു വിഷയത്തിൽ അതൃപ്തി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ എക്സൈസ് മന്ത്രി മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ വകുപ്പിന്റെ അതൃപ്തി സ്വാഭാവികമായും അറിയിക്കും. ഒപ്പം തന്നെ ഈ വകുപ്പിൽ മാത്രമല്ല, കോൺഗ്രസിൽ പോലും ചർച്ച ചെയ്യാതെയാണ് ഇത്തരത്തിലുള്ള ഏകപക്ഷീയമായിട്ടുള്ള തീരുമാനം എടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ഗൗരവമായിട്ടുള്ള ഒരു കാര്യം. കോൺഗ്രസിനകത്ത് തന്നെ ഇത്തരത്തിൽ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച ആ ബജറ്റ് പ്രഖ്യാപനത്തിനെതിരെ ശക്തമായ രീതിയിലുള്ള വിമർശനവും എതിർപ്പുകളും ഉയരുമ്പോൾ സ്വാഭാവികമായും അത് പ്രതിഷേധത്തിനും ഒരു വലിയ ഇന്ധനമാകുന്ന ഒരു സാഹചര്യം കൂടി ഉരുത്തിരിഞ്ഞ് വരുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. എന്തായാലും ഈ ആരോപണങ്ങളൊക്കെ തന്നെ ഉന്നയിക്കുക, അല്ലെങ്കിൽ ഈ പ്രതിഷേധങ്ങളൊക്കെ തന്നെ ഉന്നയിക്കുമ്പോൾ സ്വാഭാവികമായും ഭരണപക്ഷത്തിന്റെ ഭാഗത്ത് ഏത് രീതിയിലുള്ള പ്രതികരണങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത് എന്നതും കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യമാണ്. എന്തായാലും ഇത് മാത്രമല്ല, കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ സ്വകാര്യ ലോബി അതിലേക്ക് കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിലും ശക്തമായ രീതിയിലുള്ള എതിർപ്പും വിയോജിപ്പുകളും ഒക്കെ തന്നെ സർക്കാരിന്റെ ഭാഗത്ത് തന്നെ, അല്ലെങ്കിൽ ഭരണമുന്നണിയുടെ ഭാഗത്ത് തന്നെ ഉയർന്നു വരുന്നുണ്ട് എന്നതും ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. സ്വാഭാവികമായും ആ വിഷയവും പ്രതിപക്ഷം ശക്തമായ രീതിയിൽ തന്നെ ഉന്നയിക്കും. സഭയ്ക്ക് അകത്തും പുറത്തും ഈ വിഷയം ചർച്ചയാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല.